പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യ കാരുണ്യനാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ ഈ അൽത്താരയിൽ നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും വീഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവരും കാരുണ്യവാനുമായ ദൈവമേ, ഈ കൃപയുടെ സമയത്ത് 3 മണി സമയം നിന്റെ കരുണയെ ധ്യാനിച്ചുകൊണ്ട് നിന്റെ കരുണയിൽ ആശ്രയിക്കുവാനായി നീ ഞങ്ങളോട് ആഹ്വാനം ചെയ്ത സമയം, ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നീ തരുന്ന ആ വലിയ സന്തോഷവും സമാധാനവും കരുണയും ഒക്കെ ലഭ്യമാകുവാനായിട്ട് നിന്റെ കരുണയിൽ ആശ്രയിക്കുവാനായി ഞങ്ങൾ ആഹ്വാനം ചെയ്ത സമയമാണ്. കർത്താവേ, ഈ നിമിഷം ശക്തമായ നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇത്രമാത്രം പീഡകൾ സഹിച്ച് ഞങ്ങളെ വീണ്ടെടുത്ത് നിന്റെ അതിരറ്റ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്തുകൊണ്ട് ഈ മണിക്കൂറിൻ്റെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും നിന്റെ മുമ്പിൽ നിന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണയെ മനസ്സിലാക്കിക്കൊണ്ട് ആ കരുണയിലേക്ക് ആശ്രയിക്കുവാനായി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുകയാണ്. വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എപ്രകാരമാണ് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കേണ്ടതെന്നും എപ്രകാരമുള്ള ഒരു മനോഭാവത്തോടെ ദൈവത്തിൻ്റെ കരുണയിലേക്ക് നമ്മൾ കടന്നു വരണമെന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വചനത്തിൽ നമ്മൾ കാണുന്നത് യോനാ പ്രവാചകന്റെ പുസ്തകം വളരെ ചെറിയ ഒരു പുസ്തകമാണ്. ഏകദേശം 4 അധ്യായങ്ങൾ മാത്രമുള്ള യോനാ പ്രവാചകന്റെ ജീവിതത്തെ കൃത്യമായും പറഞ്ഞു തരുന്ന ആ ഒരു വചനഭാഗം. ദൈവത്തിൻ്റെ ആഗ്രഹമനുസരിച്ച് ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളുമൊക്കെ ഏറ്റെടുക്കുവാൻ മടി കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞ ആ ഒരു സ്ഥലത്തിൻ്റെ വിപരീത ദിശയിലേക്ക് യാത്ര ചെയ്തവനാണ് യോന. ഒരു കാരണവശാലും ദൈവത്തിൻ്റെ ആ ആഗ്രഹത്തോടോ ദൈവത്തിൻ്റെ ആ ഒരു പ്ലാനുകളോടും പദ്ധതികളോടും സഹകരിക്കാൻ താല്പര്യമില്ലാതെ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ പരിശ്രമിക്കുന്ന യോനായെ കാണും. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു വലിയ മനസ്സ് പൂർത്തിയാക്കുവാനായി ദൈവം യോനായെ വീണ്ടും അത്ഭുതകരമായി വീണ്ടും രക്ഷിച്ചുകൊണ്ട് ആ ഒരു പ്ലാനിലും പദ്ധതിയിലേക്കും കൊണ്ടുവരികയാണ്. നിനിവേ നഗരത്തിൽ പോയി മാനസാന്തരത്തെക്കുറിച്ച് പ്രസംഗിക്കുവാനും ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് അറിയിക്കുവാനുമൊക്കെ ഈ ഒരു യോനായെ പ്രവാചകനായി അയക്കുകയാണ്. മനസ്സില്ലാ മനസ്സോടെ ദൈവം വീണ്ടും അവനെ പരിപാലിച്ച കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അവൻ വീണ്ടും ദൈവത്തിൻ്റെ ആ പദ്ധതിയോട് ചേർന്ന് പ്രവർത്തിക്കുകയാണ്. യോനാ പ്രവാചകൻ നിനിവേ നഗരത്തിൽ ചെന്നിട്ട് എല്ലാവരോടും പറയുന്ന കാര്യം, മാനസാന്തരപ്പെടുവിൻ, 40 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ നഗരത്തിലേക്ക് ദൈവത്തിൻ്റെ ക്രോധം വരും. അതിനുശേഷം നിങ്ങളെ ദൈവം ഇല്ലായ്മ ചെയ്യും, പൂർണ്ണമായി നശിപ്പിക്കും. അപ്രകാരമുള്ളൊരു വലിയ ശക്തമായ ഒരു പ്രവാചക ശബ്ദമായിരുന്നു യോനായുടേത്. യോന പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആ ഒരു വലിയ പ്രവാചക ശബ്ദമായതുകൊണ്ട് അത് കേട്ടിരുന്ന ആളുകളുടെ ഹൃദയത്തിൽ അതൊരു വലിയ ആഴമായ ബോധ്യമായിട്ട് മാറി. അതുകൊണ്ട് അവരുടെ ജീവിതചര്യകളും എല്ലാം മാറ്റിവെച്ച് ഒരു ചാക്കുടുത്ത് ചാരം പൂശി അവരുടെ അനുതാപം അറിയിക്കുകയും ദൈവത്തെ അറിയിക്കുകയും വീണ്ടും അവരുടെ തെറ്റിൽ നിന്നും അതിക്രമങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയുകയും ചെയ്തു. ഒരു രാജ്യം മുഴുവനും
ദൈവത്തിൻ്റെ ആ വലിയ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യോനാ പ്രവാചകൻ ശക്തമായ ഒരു താക്കീതൊക്കെ നൽകിയാണ് തൻ്റെ ആ ഒരു വലിയ സന്ദേശം ആ രാജ്യത്തിൽ അറിയിച്ചത്. ആ നിനിവേ നഗരത്തിലെല്ലാം അറിയിച്ചതിന് ശേഷം പിന്നീട് പറയുന്നത്, അവരുടെ അനുതാപം കണ്ട്, അവരുടെ മാനസാന്തരം കണ്ട്, അവരുടെ പ്രായശ്ചിത്ത പ്രവൃത്തികൾ കണ്ട് ദൈവം മനസ്സലിഞ്ഞ് അവരുടെ മേൽ നിബന്ധിക്കുവാൻ വെച്ചിരുന്ന ആ വലിയ ശിക്ഷ എടുത്തുമാറ്റി. തങ്ങളുടെ ദുഷ്ടതയിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു എന്ന് കണ്ട ദൈവം മനസ്സ് മാറ്റി. അവരുടെ മേൽ അയക്കുമെന്ന് പറഞ്ഞ തിന്മ അയച്ചില്ല. ഈ ഒരു സംഭവത്തെ തുടർന്ന് അത്രമാത്രം ശക്തമായി പ്രഘോഷിച്ച യോനാ പ്രവാചകൻ ഇതെല്ലാം അറിഞ്ഞതിന് ശേഷം ദൈവം ഇവരുടെ മേൽ ചെയ്യുമെന്ന് പറഞ്ഞ ആ വലിയ ശിക്ഷ എടുത്തു മാറ്റി എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ കുപിതനായി ദൈവത്തോട് മല്ലടിക്കുന്ന യോനാ പ്രവാചകനെ കാണുന്നുണ്ട്. യോനാ പ്രവാചകന്റെ ആ ഒരു വലിയ ഫ്രസ്ട്രേഷനൊക്കെ മനസ്സിലാക്കി കൊടുക്കുവാനായി ദൈവം അവനോട് വളരെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഓരോ കാര്യങ്ങൾ. യോനാ പ്രവാചകന്റെ പുസ്തകം അവസാനിക്കുന്നത് യോനാ പ്രവാചകൻ ദൈവത്തോട് മല്ലടിച്ച് മറുതലിച്ചുകൊണ്ട് ഒരു മരത്തിന് ചുവട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ അവന് ആ വലിയ ചൂടുള്ള സമയത്ത് അവനൊരാശ്വാസമായ ഒരു ചെടിയെ കിട്ടി. അവിടെ ഇരുന്ന സമയത്ത് ചെടി വളർന്നു വന്നു. പിറ്റേ ദിവസമായപ്പോൾ ഒരു പുഴു വന്ന് ആ ചെടിയെ നശിപ്പിച്ചു കളഞ്ഞു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും ക്രുദ്ധനായി ദൈവത്തോട് പറയുകയാണ്, ഇതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ്. ഇത്രമാത്രം ക്രൂരനാണോ നീ, ഇത്രമാത്രം കരുണാർദ്ര ഹൃദയനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് മറുതലിച്ച് പറയുന്ന യോനാ പ്രവാചകനെ കാണാൻ പറ്റും. ഇതിനൊക്കെയുള്ള ഒരു വലിയ മറുപടിയായിട്ട് ദൈവം യോനാ പ്രവാചകനോട് പറയുന്ന കാര്യമാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുക്കുക. ദൈവത്തോട് ഇത്രമാത്രം മറുതലിച്ചുകൊണ്ട്, ദൈവത്തോട് ഇത്രമാത്രം ദേഷ്യം വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതിയും ചോദ്യം ചെയ്ത യോനാ പ്രവാചകനോട് ദൈവം പറയുന്ന കാര്യം, കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല, എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടം വലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നു. ആ ഒരു ചോദ്യത്തിൽ യോനാ പ്രവാചകന്റെ ആ ഒരു പുസ്തകം അവസാനിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് പറയുന്ന കാര്യം, നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും ചില ആളുകളോട്, ചില വ്യക്തികളോട്, ചില ജീവികളോട് ഒത്തിരിയേറെ അനുകമ്പയും സ്നേഹമൊക്കെ നമുക്ക് തോന്നാറുണ്ട്. അതിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതേ ഓർത്ത് ഒത്തിരിയേറെ വേദനിക്കുന്ന ആളുകളെയൊക്കെ കാണാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കാരുണ്യത്തെ അളക്കാൻ മാത്രമുള്ള യോഗ്യത നമുക്ക് ആർക്കുമില്ല. അപ്രകാരം അത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, അത്രമാത്രം നമ്മളെ ഓരോരുത്തരെയും പരിപാലിക്കുന്ന ദൈവം നമ്മളോട് കരുണ കാണിക്കാതിരിക്കുമോ? യഹൂദരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വലിയ ചിന്താഗതിയായിരുന്നു, അവർ മാത്രമേ രക്ഷപ്പെടുത്തുള്ളൂ, വേറെ ആരും രക്ഷപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്കൊരു വലിയ മറുപടിയായിട്ടാണ് ദൈവത്തിൻ്റെ ശബ്ദം. ദൈവം ഇത്രമാത്രം കരുണ കാണിക്കുന്നവനാണ്. ഒരു കൂട്ടർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടിയുള്ള ദൈവത്തിൻ്റെ കരുണയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നയിക്കാൻ വേണ്ടി യോനാ പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്, ഇത്രമാത്രം ആളുകളും ഇത്രമാത്രം ജീവജാലങ്ങളുമുള്ള നിനവയോട് ഞാൻ കരുണ കാണിക്കാതിരിക്കുമോ? ദൈവത്തിൻ്റെ വലിയ കരുണ, ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമുക്കവിടെ കാണാൻ പറ്റും. അനുതപിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മളെ സ്വീകരിക്കുന്നവനാണ്. യോനാ പ്രവാചകൻ അത് മനസ്സിലാക്കിയാണ് പറഞ്ഞത്, അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവൻ്റെ ജീവിതകാലത്ത് ഒത്തിരി കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ ആ ഒരു അടിസ്ഥാന സ്വഭാവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിഹാസപാത്രമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രമാത്രം ഫീലിങ്സോട് കൂടി നടക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ ആ ഒരു വലിയ മനസ്സെന്ന് പറയുന്നത്, ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ ആ ഒരു വലിയ
പ്ലാനുകളും പദ്ധതിയും നടപ്പിലാക്കുന്നതിൽ നമ്മൾ ഓരോരുത്തരും അതിൽ വിഷമം വിചാരിക്കേണ്ട കാര്യമില്ല, മറിച്ച് അതിനോട് സഹകരിക്കുക. പൂർണ്ണമായി ദൈവത്തിൻ്റെ പ്ലാനുകളോടും പദ്ധതിയോടും സഹകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആ ഒരു വലിയ പദ്ധതിക്ക് മുമ്പിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ കാരുണ്യം നമുക്ക് അനുഭവിക്കാനായിട്ട് ഇടയാകും. നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. കർത്താവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച സമയമാണ്. ഈശോയെ, പിതാവായ ദൈവത്തിൻ്റെ ഒരു വലിയ സ്നേഹവും കാരുണ്യവും അത് മനുഷ്യവംശം അനുഭവിച്ചറിഞ്ഞത് ഈശോയെ അങ്ങിലൂടെയാണ്. ആ ഒരു വലിയ ബോധ്യത്തിൽ പൂർണ്ണമായി അങ്ങിൽ ആശ്രയിക്കുന്നു. ഞങ്ങളെ നിത്യജീവനിലേക്കുള്ള ആ വലിയ കുറുക്കുവഴിയാണ് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കുക എന്നത്. ആ ഒരു വലിയ ബോധ്യത്തോടെ ഞങ്ങളുടെ കുറവുകളും ബലഹീനതകളും പോരായ്മകളും എല്ലാം മറന്ന് ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കാൽക്കൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയെ, ദിവ്യകാരുണ്യ അങ്ങയുടെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു സമയം ഞങ്ങളുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിക്കുന്നു. പലപ്പോഴും നിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ നിമിഷങ്ങളുണ്ട്. നീ എന്താണോ ഞങ്ങളെക്കുറിച്ച് കരുതി വച്ചിരിക്കുന്നത്, നീ എന്താണോ ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നത്, അത് തിരിച്ചറിയുവാനും നിന്റെ പ്ലാനുകളോടും പദ്ധതിക്കും പൂർണ്ണമായ സമ്മതം നൽകിക്കൊണ്ട് നിന്നിൽ ആശ്രയിക്കുവാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളെയും അവരനുഭവിക്കുന്ന എല്ലാ ശാരീരികവും മാനസികവുമായ എല്ലാ പ്രയാസങ്ങളെയും തടസ്സങ്ങളെയും എല്ലാം നീ ഏറ്റെടുക്കണമേ. നിന്റെ കാരുണ്യത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അവരെ നിർമ്മലരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ കർത്താവേ, നിന്റെ കൃപ മാത്രം മതി ഞങ്ങൾക്ക്. ഒരു വലിയ ബോധ്യത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കാരുണ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങൾ എന്തായിരിക്കുന്നു അത് അങ്ങയുടെ കാരുണ്യത്താലാണ്. ഞങ്ങളിലേക്ക് നിന്റെ കാരുണ്യം എടുത്തു മാറ്റരുതേ എന്ന് പ്രാർത്ഥിക്കാൻ സങ്കീർത്തകനോടൊപ്പം പൂർണ്ണമായ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.